തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് നടരാജ് പരശുറാം കൂടി വിവരങ്ങൾ നൽകാറായി ചേരുന്നുണ്ട്. നടരാജ, ഇന്ന് അത്തമാണ്. ഇന്നത്തോടുകൂടി തന്നെ അത്തച്ചമയ ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഔദ്യോഗിക ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? തൃശ്ശൂരിൽ ഓണ വൈബ് എത്തിക്കഴിഞ്ഞു അമൃത. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥനത്തിലെ സമീപത്തിലുള്ള തെക്കേ ഗോപുര നടയിലാണ്. എനിക്ക് പിന്നിൽ ഒരു ഭീമൻ പൂക്കളം തന്നെ നമുക്ക് കാണാം. തൃശ്ശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയിട്ടുള്ള ഭീമൻ പൂക്കളമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. തൃശ്ശൂർ നഗരത്തിലാകെ ഓണത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ഭീമൻ പൂക്കളം, ഏതാണ്ട് 61 അടി നീളത്തിലുള്ള ഭീമൻ പൂക്കളമാണിത്. 1500-ലധികം പൂക്കൾ, 1500-ലധികം കിലോ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെക്കേ ഗോപുര നടയ്ക്ക് സമീപം ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഭീമൻ പൂക്കളം ഇവിടെ തയ്യാറാക്കാറുണ്ട്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് ഈ ഭാഗത്തൊക്കെ കാണാം. ഒരുപാട് പേർ ഓണപ്പുടവയും ഓണവേഷത്തിലൊക്കെ തന്നെ എത്തിക്കൊണ്ട് ഓണത്തെ വരവേൽക്കാൻ, അത്തത്തെ വരവേൽക്കാൻ ഇവിടെ തയ്യാറാവുന്നുണ്ട്. ഇവിടെ സംഘാടകർ വിളക്ക് കൊളുത്താനും മറ്റുമൊക്കെയുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവരും യൂണിഫോമിലാണല്ലോ ചേച്ചി? ഓണം വൈബ് എത്തിയോ? എന്താണ് എത്ര ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു ഈ പൂക്കളം ഒരുക്കാൻ? എത്ര കിലോ പൂക്കളുണ്ട്? എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? 1600 രൂപ. സായാഹ്ന കൂട്ടാൻ ഒരുക്കിയതാണ്. എത്ര അടി നീളമാണ് ഇത്? നമുക്ക് 60. എന്തെല്ലാം പൂക്കള്? 60 അടി പൂക്കളാണ് നമ്മൾ ഇടാറ്. അത് ഇത്തവണ 61 അടിയായി. കാരണം വെച്ചാൽ പൂക്കൾ മിച്ചം വന്നപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരടി കൂടി ഇട്ടു. എല്ലാ പൂക്കളും ഉണ്ട്? എല്ലാ പൂക്കളും ഉണ്ട്. ഈ കാണുന്ന എല്ലാ പൂക്കളും ഉണ്ട്. ചെത്തി ചമ്മന്തി അങ്ങനെ എല്ലാ പൂക്കളും ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. ചേച്ചിമാരെല്ലാരും ഉണ്ടല്ലോ. ഒരു ഓണപ്പാട്ടം എന്തെങ്കിലും പാടാൻ പറ്റുമോ? ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. കഥകളി വേഷം ഉള്ള ഒരു മൊത്തത്തിലാകെ ഓണ വൈബാണ് ഇവിടെ അമൃത. ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ ഭീമൻ പൂക്കളം കാണാനും മറ്റും എത്തിയിട്ടുണ്ട്. ഇത് തൃശ്ശൂരാണ്, കേരളത്തിന്റെ സാംസ്കാരിക നഗരമാണെന്നുള്ള കാര്യം മറക്കരുത്. വരും ദിവസങ്ങളിൽ തൃശ്ശൂരിൽ പുലികൾ ഇറങ്ങും. പുലികൾക്കായി നമുക്ക് കാത്തിരിക്കാം. കാണുന്നത് പോലെ ഭീമൻ പൂക്കളം ഇത് എല്ലാ തവണയും ഓണത്തിന് മുന്നോടിയായി എത്തുന്ന ദിവസത്തിൽ ഒരുങ്ങുന്നത് തന്നെയാണോ അവിടെ? എല്ലാ വർഷവും അത്തനാളിൽ ഈ കാണുന്ന തെക്കേ ഗോപുര നടയിൽ ഇത്തരത്തിലുള്ളൊരു ഭീമൻ പൂക്കളം നമുക്ക് കാണാം. വലിയൊരു സൗഹൃദ കൂട്ടായ്മ ഇവിടെയുണ്ട്. തൃശ്ശൂരിൻ്റെ ഒരു രീതികൾ അറിയാവുന്നവർക്കറിയാം. തെക്കേ ഗോപുര നട എന്ന് പറയുന്നത് പൂരത്തിന് നട തുറക്കുന്ന ചടങ്ങ് നടക്കുന്ന സ്ഥലം മാത്രമല്ല, ഈ ഭാഗത്ത് ആളുകൾ പലപ്പോഴും സായാഹ്ന സമയങ്ങളിൽ വരികയും സമയം ചെലവിടുകയും ചെയ്യും. ഒരുപാട് സൗഹൃദ കൂട്ടായ്മകളുള്ള സ്ഥലം, ഒരുപാട് കൂടിച്ചേരലുകൾ നടക്കുന്ന സ്ഥലമൊക്കെ തന്നെയാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേർ വന്നുണ്ടായ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി എത്രയോ കാലമായി ഇവിടെ ഇത്തരത്തിൽ ഭീമൻ പൂക്കളം ഒരുക്കാറുണ്ട്. ഇത്തവണ കുറച്ചുകൂടി നന്നായി, അതായത് 61 അടി വീതിയിലുള്ള ഭീമൻ പൂക്കളമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അത് കാണാനായി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ആഘോഷത്തിലാണ് പലരും എന്ന് പറയാം. 1-2 പേരുടെ പ്രതികരണം കൂടി നമുക്ക് തരാം. ചേട്ടാ, എങ്ങനെയുണ്ട് പൂക്കളം? സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്. എപ്പോഴും വരാറുണ്ട് ഇവിടെ? എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാവാറുണ്ട്. നന്നായിട്ടുണ്ട്. ഓണമൊക്കെ എത്തിയോ വീട്ടിൽ? എന്താണ് സ്ഥിതി? ഓണമൊക്കെ എത്തിയോ? നേരത്തെ എത്തി. ഇത്തരത്തിൽ വലിയൊരു വൈബ് ഇവിടെ ഉണ്ട്. ഒരുപാട് പേര് അവിടെ ഫോട്ടോ എടുക്കുന്നൊക്കെ കാണാം. ഇന്ന് ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ ഒരുപാട് പേർ ഈ ഭീമൻ പൂക്കളത്തിനടുത്ത് നിന്നുള്ള ഫോട്ടോ ഇടുന്നൊക്കെ നമുക്ക് കാണാം. ഒരു കൊച്ചു കുഞ്ഞ് അവിടെ പൂടുന്നതിൽ പങ്കാളിയാവുന്നതിൻ്റെ ദൃശ്യം നമുക്ക് കാണാം. മറുഭാഗത്ത് ഒരുപാട് ഓൺലൈൻ വീഡിയോ സുഹൃത്തുക്കളൊക്കെ ഷൂട്ട് ചെയ്യുന്നതും നാട്ടുകാർ, യുവാക്കൾ, യുവതികളൊക്കെ തന്നെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാകുന്നതൊക്കെ തന്നെ കാണാം. വലിയൊരു ഓണം വൈബ് ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം. കാര്യങ്ങൾ വളരെ ഉഷാറാണ്. വരും ദിവസങ്ങൾ കൂടുതൽ ഓണക്കാഴ്ചകളാകും തൃശ്ശൂരിൽ നിന്നുണ്ടാകുക. പ്രത്യേകിച്ച് കുമ്മാട്ടികൾ പുറത്തിറങ്ങും. ഓരോ ദേശത്തിനും ഓരോ തരം കുമ്മാട്ടികളാണ്. കുമ്മാട്ടികൾ പുറത്തിറങ്ങി തുടങ്ങും. ഇന്ന് തൃശ്ശൂരിലെ പുലിക്കളിയുടെ കൊടിയേറ്റ് ചടങ്ങ് നടക്കുന്നുണ്ട്. അത് വൈകാതെ നടക്കും. അതുകൂടാതെ പുലികൾ ഇറങ്ങുന്നത് 4 ഓണ നാളിലാണ്. പുലികൾ കൂടി ഇറങ്ങുന്നതോടെ തൃശ്ശൂരിലെ ഓണ വൈബ് അങ്ങ് അറ്റത്തെത്തും. അക്ഷരാർത്ഥത്തിൽ ഓണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു മലയാളികളെല്ലാം തന്നെ. തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നടരാജ് പരശുറാം പങ്കുവച്ചത്. അവിടെ ഒരു ഭീമൻ പൂക്കളമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് വടക്കുംനാഥിന് തൊട്ട് മുമ്പിലായി.